Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Shri Radha Madhav ki jai, Shri Prabhupada ki jai, Nitai Gaur Premanande Hari Hari. Om Namo Bhagavate Vasudevaya. Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Mataji, continue. Om Ajnanatirmirandasya. Hare Krishna. Om Ajnanatimirandasya Jnananjanashalakaya Chakshurummilitam Yena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Swapadantikam Vandeham Shri Guru Shri Yutapada Kamalam Shri Guru Vaishnavamscha Shri Rupam Sagarajadam Sahagana Raghunathanvitam Tam Sajivam Sadvaitam Savadutam Parijana Sahitam Shri Krishna Chaitanya Devam Shri Radha Krishna Padan Sahagana Lalita Shri Vishakhanvitamscha. He Krishna Karuna Sindhu Dinabandhu Jagatpate Gopesha Gopika Kanta Radha Kanta Namostute Tapta Kanchana Gaurangi Radhe Vrindavaneshwari Vrishabhanusute Devi Pranamami Haripriye Vancha Kalpatarubhyascha Kripa Sindhupya Evacha Patitanam Pavanebhyo Vaishnavebhyo Namo Namaha. Jai Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. Hare Krishna. Hare Krishna. Vasudeva Namastestu Govinda Purushottama Deenavatsala Dinesha Dwarakesha Pareshwara Dhruve Dhruve Padam Datra Prahaladasyaartiharine Gajasyodarine Tubhyam Beler Belivide Namaha Draupadi Chira Sandhanakarine Hare Namaha Gharakni Vanavasebhya Pandavanam Sahayini Yadavatrana Katresha Shakradabhirarechine Guru Matrudijanamcha Putradatre Namo Namaha Jarasandha Nirodhartanya Nirvana Mokshakarine Nrigasyodharine Sashas Sudamno Dainaharine Vasudevaya Krishnaya Namaha Sangarshanaya Cha Pradipnaya Niruddhaya Chadurvyuhaya Te Namaha Tvameva Madha cha Pita Tvameva Tvameva Bindhu cha Sakha Tvameva Tvameva Vidya Dravinam Tvameva Tvameva Sarvam Namamadeva Deva Hare Krishna 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 Hare 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 Rama 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 Hare Hare.
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. നമ്മള് വീണ്ടും കാർത്തിക മാസത്തിൽ ഒത്തുകൂടി. സ്പീക്കർ റെഡിയായില്ലേ? കാർത്തിക മാസത്തിൽ ഒത്തുകൂടി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായി ആഘോഷിക്കേണ്ട, ഒരു പക്ഷേ ജന്മാഷ്ടമിയേക്കാൾ വലുതായിട്ട് ശ്രേഷ്ഠമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ട, കൊണ്ടാടേണ്ട, ആചരിക്കേണ്ട ഒന്നാണ് കാർത്തിക മാസ പൂജ അഥവാ ദാമോദര മാസ പൂജ. പതിതാത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുകമ്പയോടെ തന്നിരിക്കുന്ന ഒരു മാസമാണ് കാർത്തിക മാസം. ഈ ഒരു മാസം നമ്മൾ സാധനയോടെ, പഥ്യത്തോടെ കാർത്തിക മാസം ആചരിക്കുമ്പോൾ, ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കൊളുത്തുമ്പോൾ, ദാമോദരാഷ്ടകം പാടുമ്പോൾ ഇത് നമുക്ക് മാത്രമല്ല ബെനഫിറ്റ് കിട്ടുന്നത്, അതിൻ്റെ ഫലം 7 തലമുറകൾക്ക് മുമ്പും 7 തലമുറകൾക്ക് ശേഷവും കിട്ടുന്നു എന്നുള്ള ശ്രേഷ്ഠമായ ഭഗവാന്റെ ഒരു അനുകമ്പയാണ് നമുക്ക് തരുന്നത്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹം ആ സ്നേഹത്തിന് മുന്നിൽ മറ്റൊരു ഉപാധികളും നിബന്ധനകളുമില്ല. മ്യൂട്ടാണ് പ്രഭു. ഭഗവാനും എല്ലാവരുടെയും രണ്ടെണ്ണം അടുത്തിരിക്കുന്നോണ്ടാണ്, 2 ഫോൺ അടുത്ത് ഓണാക്കി വെച്ചേക്കുന്ന. ഓക്കെ, ഇല്ല, ഒരു നിമിഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഊഷ്മളമായ സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ഇടയ്ക്ക് ഒരു ഉപാധികളുമില്ല. ഋഭു എന്ന പരമഭക്തനായ ഒരു മഹർഷി ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം ധ്യാനിക്കുന്നു. രാധാറാണി ഒരിക്കല് ഭഗവാന്റെ അടുത്ത് ചോദിക്കും, കൃഷ്ണ, അങ്ങയുടെ ഭക്തനാണ്, അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് വർഷങ്ങളോളം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്ന് പ്രസാദിക്കാറായില്ലേ, ഒരു ദർശനം കൊടുക്കാറായില്ലേ എന്ന് പറയുമ്പം ഭഗവാൻ ഒന്ന് ചിരിക്കും. അപ്പം അതുവരെ
ഋഭു എന്ന മഹർഷിയുടെ ഹൃദയത്തിൽ ഭഗവാൻ അന്തരാത്മാവായിട്ട് ഋഭു മഹർഷി ഭഗവാനെ ദർശിച്ചുകൊണ്ടാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഭഗവാൻ ഒന്ന് ചിരിച്ച നിമിഷം ഋഭുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നിമിഷം അപ്രത്യക്ഷമായി. ഋഭു മഹർഷി ഞെട്ടി. എവിടെ എന്റെ ഭഗവാൻ? മഹർഷി കണ്ണു തുറന്നു. തന്റെ പുരോഭാഗത്തായിട്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജ മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ഭഗവാൻ അങ്ങനെ പരിലസിച്ച് അങ്ങ് ഓടക്കുഴൽ ഊതിക്കൊണ്ട് തന്റെ പുരോഭാഗത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. കൃഷ്ണ, ഈ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുവരെയും അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയുടെ ആ ദർശനം മാത്രം മതി എന്ന് കേട്ടുകൊണ്ട് ഋഭു മഹർഷി ഭഗവാനെ സ്തുതിച്ചു. നമ കൃഷ്ണായ കൃഷ്ണായൈ രാധായൈ മാധവായ ച പരിപൂർണതമായൈ ച പരിപൂർണതമായ ച ഘനശ്യാമായ ദേവായ ശ്യാമായൈ സതതം നമഃ രാസേശ്വരായ സതതം രാസേശ്വരേ നമോ നമഃ ഗോലോകാധിപലീലായ ലീലാവതൈ നമോ നമഃ അസംഖ്യാണ്ഡാദിദേവ്യൈ ച അസംഖ്യാണ്ഡനിധയേ നമഃ ഭൂഭാരഹാരായ ഭുവം ഗതാഭ്യാം മച്ഛാന്തയേ ചാത്ര സമാഗതാഭ്യാം പരസ്പരം സന്ധിത വിഗ്രഹാഭ്യാം നമോ യുവാഭ്യാം ഹരിരാധികാഭ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാൻ അലിഞ്ഞുപോയി. ഭഗവാൻ ദ്രവത്വം പ്രാപിച്ചു. ഇവിടെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം വരുന്നത്. ആ സ്നേഹത്തിന് മുന്നിൽ യാതൊരു ഉപാധികളുമില്ല. രാധാറാണിയോ ഏറ്റവും സ്നേഹത്തിന്റെ പര്യായമാണ്. അതിനപ്പുറത്തൊട്ട് വേറൊന്നുമില്ല. സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാധാറാണിയാണ്. പക്ഷേ അവിടെ രാധാറാണിക്ക് പോലും സ്ഥാനം വരുന്നില്ല. രാധാറാണി തന്നെ ആ ഭക്തിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു, ഭഗവാനോട് പറയുന്നു, കൃഷ്ണ എന്തുകൊണ്ട് പ്രസാദിച്ചുകൂടാ എന്ന്. ഈ ഒരു ബന്ധമാണ് കാർത്തിക മാസത്തിൽ നമ്മൾ ഭഗവാനുമായിട്ട് സ്ഥാപിച്ചെടുക്കേണ്ടത്. യാതൊരു ഉപാധിയുമില്ലാതെ അൺകണ്ടീഷണൽ ലവ്. ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, എല്ലാ പാപങ്ങളും മാറിക്കിട്ടും. ആ ഒരു ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഈ കാർത്തിക മാസം വീണ്ടും 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 നമ്മൾ ആഘോഷിക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലും ദേവി ഭാഗവതത്തിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ഗർഗഭാഗവതത്തിലുമെല്ലാം ഈ കാർത്തിക മാസത്തിന്റെ ശ്രേഷ്ഠത ആചരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മാസമാണ് ഭഗവാൻ ഒരു പിടി മനുഷ്യർ, ഒരു പിടി ആൾക്കാർക്ക് മോക്ഷം കൊടുക്കുന്നത്. ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതും ഈ മാസമാണ്. ഭഗവാൻ ആദ്യമായിട്ട് കാലികളെ മേയ്ക്കാൻ പോയതും ഈ മാസമാണ്. ദേവന്മാർക്ക്, നളകുബേരനും മണിഗ്രീവനും വന്ന ആ 2 കുമാരന്മാർക്ക് മോക്ഷം കൊടുത്തതും ഈ മാസമാണ്. അതിലുപരി യശോദാമയുടെ ആ സ്നേഹം, ഭഗവാനുമായിട്ടുള്ള സ്നേഹം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായതും ഇതേ മാസമാണ്. ഭഗവാനെ ഒരലിൽ പിടിച്ചു കെട്ടുന്നത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന്, അതായത് ഭഗവാനെ നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ അലിഞ്ഞു ചേരും എന്നും ഭഗവാൻ കാണിച്ചു കൊടുക്കും. യശോദാമ ആ സ്നേഹത്തോടെ വിളിക്കുന്നത് വരെ ഭഗവാൻ മാറി നിന്നു. അതിൽ നിന്ന് നമുക്കുള്ള ഒരു പാഠം എന്ന് പറയുന്നത്, സ്നേഹം മാത്രം കൊണ്ടേ ഭഗവാനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് മാത്രമേ ഏതൊരു കാര്യത്തിനും വിജയിക്കാനും പറ്റുകയുള്ളൂ. ദേഷ്യം കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ക്രോധാത് ഭവതി സമ്മോഹ
മധുസൂദന പ്രഭു, ശില്പമാതാജി പറയുന്നുണ്ട്. ഓക്കെ. ക്രോധാസ്പദ സമോഹ സമൂഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശോ പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. ദേഷ്യം കൊണ്ടൊന്നും നടക്കില്ല. അവിടെ സ്നേഹം കൊണ്ട് മാത്രമേ ഏതൊരു വിജയവും ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ധ്വനി കൂടി, എന്നുള്ള സന്ദേശം കൂടി അവിടെ തരും. അതുപോലെ വെണ്ണ മോഷ്ടിക്കുന്നത്, ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. വെണ്ണ മോഷ്ടിക്കുന്നത്, ഈ വെണ്ണയെല്ലാം ഭഗവാനുള്ളതാണ്, ഭഗവാന് നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഭഗവാനാണ് ആദ്യം നിവേദിക്കേണ്ടത്, ഓഫർ ചെയ്യേണ്ടത്. ആ ഒരു സന്ദേശവും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാർത്തിക മാസത്തിൽ ഒരു പിടി സന്ദേശമാണ് എങ്ങനെ നമുക്ക് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു നിർത്താം, നമ്മുടെ ഗൃഹത്തിൽ പിടിച്ചു നിർത്താം. ആ ഒരു സന്ദേശമാണ് ഈ ദാമോദര മാസത്തിൽ, ഈ കാർത്തിക മാസത്തിൽ നമുക്ക് തരുന്നത്. അവിടെ മറ്റ് യാതൊരു നിബന്ധനകളോ ഉപാധികളോ ഒന്നുമില്ല, സ്നേഹം മാത്രമാണ്. ഹരേ കൃഷ്ണ. ശില്പമാതി ഒരു കീർത്തനം പാടാം. മലയാളം ആയിക്കോട്ടെ അല്ലേ? അതെ. നീല കാർമൂകിൽ വർണ്ണനം നേരം രാധ എന്നൊരു നാരിയുമായി നീലേ നീളെ വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമറുത്തും എന്താണിങ്ങനെ കാട്ടിൽ നടപ്പാൻ എന്നാലേതുമെഴുതല്ലേ കണ്ണ വേഗമില്ല നടപ്പതിനൊട്ടും വേണമെങ്കിൽ എടുത്തു കൊള്ളണം ചേല മെല്ലെ ചുരുക്കി പിടിച്ചു ചാരേ ചെന്നു കഴുത്തിൽ കേറാനായി തോളേ തപ്പി പിടിച്ചപ്പോ കണ്ടില്ല അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ കാട്ടിലൊന്നുണ്ട് മൂളുന്നു കണ്ണ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക് കാട്ടാന കരടി പുലി പന്നി കാട്ടുപോത്തു കരിമ്പുലി കൂട്ടം കണ്ടാൽ തന്നെ പിടിച്ചവ തിന്നും അയ്യയ്യോ ഇതു ചെയ്യല്ലേ കണ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതി. ഹരേ കൃഷ്ണ. അപ്പം ഈ കാർത്തിക മാസത്തില് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഭഗവാന് നെയ്വിളക്ക് കാണിക്കണം, നെയ്വിളക്ക് കൊണ്ട് ആരതി ഒഴിയണം. ഇതെല്ലാം നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ നിന്ന് നമുക്ക് വിഷമാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രേഷ്ഠമായ സൊല്യൂഷനാണ്. അത് ശ്രേഷ്ഠമായ സൊല്യൂഷൻ ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയത്തില്ല. ശരിയല്ലേ? ഇപ്പം നമ്മള് എല്ലാവരും വണ്ടി ഓടിക്കാറുണ്ട്, പെട്രോൾ സ്റ്റേഷനിൽ പോകാറുണ്ട്. എത്ര തരം പെട്രോൾ ഉണ്ട് അവിടെ? 2 തരം പെട്രോൾ ഉണ്ട്. ഏതൊക്കെയാ? സൂപ്പർ, സ്പെഷ്യൽ. ഏതാണ് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട്? സ്പെഷ്യൽ. സൂപ്പർ ആര് യൂസ് ചെയ്യുന്നുണ്ട്? വലിയ വണ്ടികൾക്ക്. ഈ സ്പെഷ്യൽ അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓടത്തില്ലേ വണ്ടി? ഓടും. പിന്നെന്താണ് സൂപ്പർ സെലക്ട് ചെയ്യുന്നത്? എന്തോ എന്ന് പറഞ്ഞാല് എനിക്കറിയത്തില്ല. ഇത്തിരി കൂടെ പ്യൂരിഫൈ ആയത് അല്ലെ, ചുരുക്കം പറഞ്ഞ പ്യൂരിഫൈ ആയത്. അപ്പൊ ഒരു വിശ്വാസം ആ എഞ്ചിന് ഇത്തിരി കൂടെ ലൈഫ് കിട്ടും, ലൈഫ് ലോങ് അല്ലേ? ആ ഡ്യൂ ഡേറ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും അല്ലേ? അപ്പം ആ വണ്ടിയുടെ ലൈഫ് ലോങ് അതിന്റെ ഇന്ധനത്തെ ആശ്രയിച്ചിരിക്കുന്നു.
ഇല്ലേ? ആ വണ്ടിയുടെ എഞ്ചിന്റെ പ്രവർത്തനം അതിന്റെ ഇന്ധനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ആ വണ്ടി എന്നതുപോലെ നമ്മുടെ ശരീരം ഒരു വണ്ടിയാണ്, ഇല്ലേ? അപ്പം ഈ ശരീരത്തിന്റെ ആ ലൈഫ് ഡ്യൂറബിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തെ ആശ്രയിച്ചിരിക്കും. സിമ്പിൾ കാര്യമാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സമയത്ത് പണ്ടൊക്കെ ഈ ലാംബട്ര സ്കൂട്ടറിനൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് ഓടിക്കുമായിരുന്നു. അറിയാമോ? ഓടുമ്പോ എന്തായിരിക്കും സ്ഥിതി? ആ റോഡിൽ ഭയങ്കര പുകയായിരിക്കും, പുള്ളിയും കിട്ടത്തില്ല, ഒന്നുമില്ല, ഭയങ്കര പുകയായിരിക്കും. ഇപ്പം അതിനുപയോഗിച്ച ഇന്ധനം അത്രയും ഡീഗ്രേഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഇന്ധനമാണ് എന്ന് പറയുന്നത് പോലെ ഈ ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനനുസരിച്ചിരിക്കും ഈ ശരീരത്തിന്റെ ഓട്ടവും. സിമ്പിൾ തിങ് ആണ്. ഇവിടെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, പ്രസാദേ സർവദുഃഖാന. പ്രസാദം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും മാറും. അപ്പം ശ്രേഷ്ഠമായ ഇന്ധനം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ചത് നമ്മൾ കഴിക്കുക എന്നർത്ഥം. ആ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ആ നിവേദ്യ ശിഷ്ടം കൊണ്ടൊന്നു മാത്രം നമ്മുടെ ശരീരത്തിന്റെ ഡ്യൂറബിലിറ്റി, ലൈഫ് ഡ്യൂറബിലിറ്റിയെ കൂട്ടാൻ പറ്റും, ദൃഢതമമാക്കി എടുക്കാൻ പറ്റും. സിമ്പിൾ കാര്യമാണ്, വളരെ എളുപ്പം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മുടെ ചിന്താമണ്ഡലം അതിനനുസരിച്ചിട്ട് പോകുന്നില്ല. എന്നിട്ട് നമുക്ക് പറയും, എനിക്ക് ആ അസുഖമുണ്ട്, ഈ അസുഖമുണ്ട്, മറ്റേ അസുഖമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയും. പക്ഷേ ഭഗവാന്റെ നിവേദ്യം കൊണ്ട് മാത്രം ഭഗവാൻ ഉറപ്പു തരുന്നതാണ്, പ്രസാദേ സർവദുഃഖാന. ഭഗവാന്റെ പ്രസാദം കൊണ്ടൊന്നു മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. ഇല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചു ഓടിക്കുന്നത് പോലെ പുകകൾ, ഒരു വിഷങ്ങള് പല സമയത്ത് പലപ്പോഴായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് തുപ്പിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാർത്തിക മാസത്തില് ഭഗവാനുമായിട്ട് അടുക്കാനുള്ള ആ മാർഗങ്ങൾ നോക്കുമ്പം ഭഗവാന്റെ ഇത്തരം സന്ദേശങ്ങൾ കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കണം. പ്രസാദേ സർവദുഃഖാന. സ്മിതമാതാജി ആ ശ്ലോകം ഏതായിരുന്നു? മധുസൂദന പ്രഭുവിനോട് അറിയാം. പ്രസാദേ സർവദുഃഖാന 265. ഓക്കെ. അപ്പൊ അങ്ങനെ ശ്രീമദ് മഹാഭാഗവതത്തില് ഉലൂഖല ബന്ധനം എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു വളരെ പ്രധാനമായ പറഞ്ഞോളൂ. എന്താ പ്രഭു ചോദിച്ചോ? ഞാൻ ഇടയ്ക്ക് പുറത്തോട്ട് പോയായിരുന്നു. പ്രസാദേ സർവദുഃഖാന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശ്ലോകം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രണാം. ആ ശ്ലോകം ഒന്ന് വായിക്കാൻ പറഞ്ഞതാ. പറയാം പ്രഭു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പരിവദിഷ്ടതേ. അതിന്റെ അർത്ഥം കൂടെ. ഒരു സെക്കൻഡ് പ്രഭു. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. കൃഷ്ണാബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പ്രസാദം കൊണ്ട് തന്നെ ജീവിതത്തിലെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. എല്ലാ വിഷമങ്ങളും ഈ മൂന്നെണ്ണത്തിലാണ് നിൽക്കുന്നത്. ഈ മൂന്നെണ്ണത്തിനുള്ള സബ് പോകുന്നതാണ് എല്ലാ വിഷമങ്ങളും. അപ്പൊ ഈ 3 വിഷമങ്ങളിൽ നിന്ന് നമുക്ക് മുക്തനാകാൻ പറ്റും. ഇന്ന് ഒരു മാതാജി എന്നെ വിളിച്ചു. ആക്ച്വലി അവരുടെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒരു 6-7 വർഷം മുമ്പ് പരിചയപ്പെട്ട ആ ഒരു മുഖമല്ല ഇന്ന് കാണുന്നത്. ഒരു ശാന്തതയുണ്ട് അവരുടെ മുഖത്ത്.
എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടും എന്നൊരു ഉത്തമമായ വിശ്വാസം അവരുടെ വളരെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പക്ഷെ പതുക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭഗവത്ഗീത വായിക്കുക, എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്കൊരു ഭഗവത്ഗീത വേണമെന്ന്. ഭഗവത്ഗീത കൊടുത്തു, ഭഗവത്ഗീത വായിച്ചു തുടങ്ങി, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങി. വല്ലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലും വന്നു തുടങ്ങി. അവർക്ക് അതിൻ്റെതായ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം പ്രയാസങ്ങൾ പലതരത്തിലും ഉണ്ടാകും, പക്ഷെ ആ പ്രയാസങ്ങളുടെ കാഠിന്യം നമ്മളെ ഏൽക്കില്ല. പ്രയാസങ്ങൾ ഉണ്ടാവും, വാസ്തവമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്നുകൂടെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ പണ്ഡിറ്റ് സുരേഷ് അവരുടെ അടുത്ത് ചെന്നാൽ മതി, എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം പല കാർമിക് റിയാക്ഷൻസ് ആണ്, കർമ്മഫലങ്ങളാണ്, അനേകം ജന്മങ്ങളുടെ ബാക്കിയായിട്ട് വന്ന് നിൽക്കുന്നതാണ്. പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ മുക്തനാവാൻ പറ്റത്തില്ല. ദുഃഖാലയം അശാശ്വതം, ഈ ഭൗതിക ലോകം ദുഃഖങ്ങളുടേതാണ്. പക്ഷേ ഈ ദുഃഖാലയത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ തരണം ചെയ്യാം എന്നുള്ള മാർഗം, അതാണ് ഭഗവത്ഗീത പറയുന്നത്, അതാണ് ഭാഗവതം പറയുന്നത്. അതുകൊണ്ടാണ് ഭാഗവത്തിലെ ശ്രേഷ്ഠമായ ഭാഗമാണ് ഉലൂഖല ബന്ധനം എന്ന് പറയുന്നത്. ആ ഉലൂഖല ബന്ധനത്തെ, ആ ഭഗവാന്റെ ആ ദാമോദര ലീലയെ, യശോദാമയും ഭഗവാനും തമ്മിലുള്ള കളികളും ഗോപികമാര് തമ്മിലുള്ള കളികളും ആ രണ്ടു കുമാരന്മാർക്ക് മോക്ഷം കൊടുത്തതുമെല്ലാം അതിനെ പത്മപുരാണത്തില് സത്യവ്രത മുനി ശ്ലോകങ്ങളാക്കി മാറ്റി നമുക്ക് സിമ്പിളായിട്ട് വായിക്കാൻ വേണ്ടി. അതാണ് നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ വ്രജമാനം. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് ഫസ്റ്റ് ആരതി ഇന്നിപ്പോ ചെയ്യും, അത് കഴിഞ്ഞ് രണ്ടാമതൊരു ആരതിയും കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. സ്നേഹ റെഡിയായില്ലേ? നമാമീശ്വരം ചെല്ലാം. അപ്പം എല്ലാവരും വെർച്വൽ പ്ലാറ്റ്ഫോമിൽ റെഡിയാവുക. നമ്മൾ ദാമോദര ആരതി ചെയ്യാൻ പോവുകയാണ്. ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിക്കുകയാണ്. നമ്മളെല്ലാവരും അവിടെ വെർച്വലിൽ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ ഈ ആരതിയോടൊപ്പം എല്ലാവരും ആ മനസ്സുകൊണ്ട് ആരതി ചെയ്യുക. മനസ്സുകൊണ്ട് ആരതി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രാക്ടിക്കലായിട്ട് ആയിരിക്കണം. അതായത് ഭഗവാൻ പ്രത്യക്ഷമായ ദിവസം, ദേവകി അമ്മ ഭഗവാന് ജന്മം കൊടുത്ത ദിവസം വസുദേവര് മനസ്സുകൊണ്ട് സങ്കല്പമെടുക്കുന്നുണ്ട്. 1,00,000 പശുക്കളെ ദാനം ചെയ്യുന്നുണ്ട്, 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സുകൊണ്ട്. കാര്യം പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കാരാഗൃഹത്തിലാണ്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ അതെല്ലാം വസുദേവര് നിറവേറ്റും. അപ്പം ആ ഒരു റിയൽ ഭാവത്തിൽ നമ്മൾ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ ആരതിയിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക, നമ്മൾ ആരതി ചെയ്യുക. ഓക്കെ. അപ്പം ഈ ഗൃഹത്തിൽ ഉള്ള ഈ ഗൃഹനാഥനും കുടുംബത്തിനും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ദാമോദരാഷ്ടകം തുടങ്ങാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ആരതി തുടങ്ങാം. ആക്ച്വലി ആരതി ഭഗവാന്റെ പാദകമലത്തിൽ നിന്ന് 4 റൗണ്ട്, ഭഗവാന്റെ നാഭീകമലത്തിൽ 2 റൗണ്ട്, ഭഗവാന്റെ മുഖകമലത്തിൽ 3, പിന്നെ ടോട്ടൽ 7, ആകെ 16 റൗണ്ടാണ് ഇതിന്റെ കണക്കുകൾ. പക്ഷെ അത് ഇന്ന് ഇവിടെ ചെയ്യണ്ട. കാര്യം ഈ എണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞാല് എണ്ണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റത്തില്ല, ആ കോൺസെൻട്രേഷൻ എല്ലാം മാറുകയും ചെയ്യും. അതുകൊണ്ട് പാദകമലത്തിൽ നിന്ന് ഫുള്ളായിട്ട് മുഖകമലം വരെ ക്ലോക്ക് വൈസിൽ 4 പ്രാവശ്യം ഓരോരുത്തരും ആരതി ഒഴിയുക. സിമ്പിൾ. ഓക്കെ, ശരി. സ്നേഹ തുടങ്ങിക്കോളൂ. റിപ്പീറ്റ് ചെയ്യത്തില്ല, കൂടെ ചൊല്ലിയാൽ മാത്രം മതി.
नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्राजमानम् यशोदावियोलोकनादपमानम् परामृष्टमत्यन्ततो धृत्य रुदन्तं मुहुर्नेत्रयुग्मं मृजन्तम् कराम्बुजयुग्मेन सातङ्कनेत्रम् मुहुश्वासकम्पात्रिरेखाङ्ककण्ठा सीतग्रैवं दामोदरं भक्तिबद्धम् दीदृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तमाख्यापयन्तम् तदीयेषु भक्तेर्जितत्वम् पुनः प्रेमतस्तं शतावृत्ति वन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेऽहं वदेशादभिः इदं ते वपुर्नाथ गोपालबालम् सदा मे मनस्याविरस्तां किमन्ये इदं ते मुखाम्भोजम् अत्यन्तनीले धृतं कुन्तलैः स्निग्धरक्तैश्च गोप्या मुहुश्चुम्बितं बिम्बरक्ताधरं मे मनस्याविरास्तामालं लक्षलाभे नमो देव दामोदरानन्द विष्णो प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपादृष्टिवृष्ट्यादिदीनं बतानो गृहाणि क्षमामज्ञं मे दक्षिदृश्य कुबेरात्मजौ बद्धमूर्ध्वैव यद्वत् त्वया मोचितौ भक्तिभाजौ कृतौ च तथा प्रेम भक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते सुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदराय विश्वस्य दाम्ने नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यम् हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे दामोदर जय
दामोदरा जय दामोदरा प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद दामोदराष्टकम की जय दामोदर की जय ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. സ്മിത മാതാജി, എന്തെങ്കിലും മെസ്സേജ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ കാർത്തിക മാസത്തില് ഭഗവാൻ ദാമോദരന്റെ പ്രീതിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന 6 ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1, ദാമോദരാഷ്ടകം ചൊല്ലുകയും ഭഗവാന് നെയ്വിളക്ക് കാണിക്കുകയും ചെയ്യുക. 2, തുളസിക്ക് വെള്ളം നനയ്ക്കുക. 3, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ കൂട്ടാൻ നോക്കുക. 4, ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുക. കുറഞ്ഞ പക്ഷം ചതുശ്ലോകി ഭാഗവതവും ഭഗവത്ഗീതയെങ്കിലും ദിവസവും വായിക്കാൻ ശ്രമിക്കുക. 5, പ്രസാദം മാത്രം കഴിക്കുക. കുറഞ്ഞ പക്ഷം സസ്യഭുക്കാവുക, വെജിറ്റേറിയൻ ആവുക. 6, ദാനം ചെയ്യുക, ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കുക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇതിനകത്ത് 5-6 ശ്രേഷ്ഠമായ കാര്യങ്ങൾ, അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്ന 6ാമത്തെ ഒരു കാര്യം, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടെന്നാൽ, ഇപ്പം ലോക്ക്ഡൗൺ പീരീഡാണ്, സന്ദർശകർ കുറവാണ്. അപ്പം നമ്മളുടെ സങ്കല്പം, വസുദേവര് കാരാഗൃഹത്തിൽ ദാനം ചെയ്യുന്നതിനുള്ള സങ്കല്പം എടുത്തതുപോലെ ആ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പം അതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പം എടുക്കുക, ഈ കാർത്തിക മാസത്തിൽ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ദാനം ചെയ്യുന്നു. അത് ഭഗവാന്റെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചു വെക്കുക. ഒരു ദിവസം നമുക്ക് വീണ്ടും വസുദേവർ പുറത്തു വന്നതുപോലെ എല്ലാവരെയും ദാനം ചെയ്തതുപോലെ നമുക്കും അതിനുള്ള ഒരു സമയം കിട്ടും, ആ ഒരു ഭാഗ്യം വരും. ആ സമയത്ത് അത് ചെയ്യാം. ആ സമയത്ത് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ദാമോദര ആരതി ഗിഫ്റ്റുമായിട്ടൊക്കെ വീണ്ടും ഗൃഹങ്ങളിലൊക്കെ വരാം. ഹരേ കൃഷ്ണ. പിന്നെ അതൊരു സന്ദേശമാണ്. പിന്നെ സസ്യഭുക്കാവുക എന്ന് പറഞ്ഞു. പലരും ഈ സസ്യഭുക്കാകാൻ മടിക്കുന്നത് ശരീരത്തിന് ബലം കുറയുമെന്നൊരു ഒരു അബദ്ധമായ ഒരു ധാരണ കൊണ്ടാണ്. ഇതൊക്കെ കഴിച്ചെങ്കിലല്ലേ ശരീരം പുഷ്ടിപ്പെടത്തുള്ളൂ എന്നുള്ളത്. ഇപ്പം മനോഹരമായ എക്സാമ്പിൾ എന്നുള്ളത് ഒരു അത്ഭുതമായി തോന്നിയ ഒരു ഉദാഹരണമാണ്. ഫ്ലവേഴ്സ് ടിവിയിൽ ടോപ്പ് സിംഗർ എത്ര പേര് കാണാറുണ്ട്? ഇത് കാണണമെന്നല്ല പറഞ്ഞു. അതിനകത്ത് വന്ന ഒരു ആ ജഡ്ജിങ് പാനലിലെ ഒരു ജഡ്ജ് അദ്ദേഹത്തിന്റെ അനുഭവത്തിലുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പം അദ്ദേഹം സിനിമാ നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ, എനിക്ക് തോന്നുന്നു മുത്താരംകുന്ന് PU ആണെന്ന് തോന്നുന്നു, ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിനകത്തൊരു ഗുസ്തി ചാമ്പ്യനെയാണ് കൊണ്ടുവരുന്നത്. ആരെയാണെന്ന്? ദാരാസിംഗ്. ഈ ദാരാസിംഗിനെ കൊണ്ടുവരുമ്പം എവിടെയാണ് താമസിപ്പിക്കേണ്ടതാണെന്നാണ് ആദ്യം നോക്കിയത്. കാര്യം വലിയ ആളാണ്, എത്രയോ പ്രാവശ്യം കെഞ്ചിയിട്ടാണ് കിട്ടിയത്. ഇപ്പം കൊണ്ടുവന്ന് വളരെക്കെല്ലാം സംശയം വന്നു. കാര്യം കൊല്ലത്താണ് കൊണ്ടുവന്നത്, കൊല്ലത്തുമല്ല കൊട്ടാരക്കരയിലാണ് കൊണ്ടുവന്നത്, അവിടെ ലോഡ്ജൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വളരെ ഭവ്യതയോടെ അവര് പേടിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞത്, ഞാൻ ഉറങ്ങുമ്പോൾ വായു സുഗമമായിട്ട് അകത്ത് വരാനും പുറത്തു പോകാനുമുള്ള സംവിധാനം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം എനിക്ക് ഉറങ്ങാൻ കിട്ടണം, വേറൊന്നും വേണ്ട, ഒരു പായ മതി. വായു പുറത്ത് നിന്ന് അകത്തോട്ട് വരാനും അകത്തുനിന്ന് പുറത്തോട്ട് പോകാനും സുഗമമായ ഒരു സ്ഥലമായിരിക്കണം. അപ്പൊ അത് എന്തായാലും അവർക്ക് സമാധാനമായി. ഇനി ഇദ്ദേഹത്തിന് ഭക്ഷണം എന്തായിരിക്കും കൊടുക്കേണ്ടത്? ഇത്രയും വലിയ ശരീരമുള്ള ഒരാൾക്ക് ഭക്ഷണം എന്ത് കൊടുക്കണം?
ഏത് മൃഗത്തിന്റെ മാംസം ഉണ്ടാക്കി കൊടുക്കണം, എങ്ങനെ ആയിരിക്കണം അവരെങ്ങനെ സംതൃപ്തിപ്പെടുത്തേണ്ടതെന്നൊക്കെ ചിന്തിച്ചു. അവസാനം അതും ചെന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്താണാവോ ഭക്ഷണം എന്ന് ചെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 ചപ്പാത്തിയും ഇത്തിരി പരിപ്പ് കറിയും ദാൽ ഫ്രൈ ഇത് മതിയെന്ന് പറഞ്ഞു. ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗുസ്തി ചാമ്പ്യൻ കഴിക്കുന്നത് സസ്യാഹാരിയാണ്, അതുപോലെ തന്നെ മിതമായ ഭക്ഷണമാണ്. ഇവിടെയാണ് പ്രഭുപാദർ പറയുന്ന സന്ദേശം. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ആദ്യം വരേണ്ടത് ഉദരത്തിലാണ്. ഉദരത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്രിയകളെയും, എല്ലാ കർമ്മങ്ങളെയും, എല്ലാ പ്രവൃത്തികളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നല്ല ഇന്ധനം കൊടുക്കുമ്പോൾ നല്ല പുക വരും, ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമുക്തമായ പുകയാണ് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ശരീരത്തിന്റെ ഡ്യൂറബിലിറ്റി കുറയും, ലൈഫ് കുറയും. സ്നേഹ ഒരു പാട്ട് പാടിക്കോളൂ. ഹരികൃഷ്ണ. രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ഗോകുല തരുണി മണ്ഡലമരികേ, ഗോകുല തരുണി മണ്ഡലമരികേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ദാമോദര രതി വദന വേഷ, ഹരിനിഷ്കുട്ട വൃന്ദ വിപിനേഷ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, വൃഷഭാനുദാരി നവ ശശിലേഖേ, ലളിത സഖി ഗുണ രമിത വിശാഖേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, കരുണാം കുരു മയി കരുണാഭരിതേ, സനക സനതന വർണിത ചരിതേ, രാധേ ജയ ജയ മാധവൈകേ, രാധേ ജയ ജയ മാധവൈകേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ
Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare Radhe Jaya Jaya Madhava Radhe Jaya Jaya Madhava Radhe Jaya Jaya Madhava Radhe Jaya Jaya ഹരേ കൃഷ്ണ. ഇതേയുള്ള കലിയുഗത്തിലുള്ള ഉപാധി ശ്രവണം, സ്മരണം, കീർത്തനം. ശ്രീമദ് മഹാഭാരതത്തില് സെക്കൻഡ് കാണ്ടോയിലാണെന്ന് തോന്നുന്നു, സെക്കൻഡ് ചാപ്റ്ററിലാണ്. മധുസൂനപ്രഭു നോക്കണേ, കറക്റ്റ് ആണോ പറയുന്നത്? ഭഗവാൻ ഈശ്വരോ ഹരിഹി എന്നൊരു ശ്ലോകമുണ്ട്. ഞാനൊന്നും മറന്നു. ഭഗവാന്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ, ഭഗവാനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരിഹി ശ്രോതവ്യ കീർത്തിതവ്യ സ്മർത്തവ്യ ഇച്ഛതാഭയം. ഭഗവാനെ പ്രാപിക്കണം, ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം, കേൾക്കണം. അതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ശ്രവിക്കണം, പിന്നെ ശ്രോതവ്യ, പിന്നെ സ്മർത്തവ്യ, സ്മരിക്കണം, പിന്നെ അടുത്ത് കീർത്തവ്യ, കീർത്തിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കീർത്തിക്കണം. അവിടാണ് ഇർഭു മഹർഷി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഭഗവാനെ കണ്ട ഉടനെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തു. ഇതാണ് നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ സാഷ്ടാംഗം വീണിട്ട് ഭഗവാനെ സ്തുതിക്കണം. ആ സ്തുതിയിൽ ഭഗവാൻ ഉരുകണം. ഏതൊരുവൻ ഭഗവാനെ സ്മരിക്കുന്നുവോ ആ വേളയിൽ നമ്മുടെ കണ്ണ് അറിയാതെ നിറയണം. ആ കണ്ണ് നിറയണം. ആ നിറയും എന്ന അർത്ഥം വരുമ്പോൾ ഭഗവാനോട് ഒരു അടുപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ അറിയാതെ കണ്ണ് വികസിക്കത്തില്ലേ? നമ്മൾ മനഃപൂർവ്വം അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കുള്ള ഒരാളിനെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് ഇങ്ങനെ വികസിക്കും അല്ലേ? ഈ ഒരു വികാസം അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ അവര് നമ്മളോട് ചില സ്നേഹപ്രകടനങ്ങൾ ചെയ്ത് അത് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറയും ഇല്ലേ? ഇപ്പം അതുപോലെ ഭഗവാന്റെ നാമം നമ്മൾ ചൊല്ലുമ്പോൾ, നാമം സ്മരിക്കുമ്പോൾ, ഭഗവാനെ സ്മരിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറയണം. അങ്ങനെ നിറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ ഭക്തിയുടെ അളവുകൾ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അടുപ്പത്തെ കുറിച്ച് നമുക്ക് ആ അടുപ്പം, അതായത് ആ അകലം കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. ശില്പ മാതാജി, എനി മെസ്സേജസ് കാർത്തിക മാസത്തിൽ? Hare Krishna Prabhu. As we say, Kartika Masam is the most important month for us Vaishnava devotees, because ഈ ഒരു മാസത്തിൽ കുറേ പുണ്യ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ auspicious occasions ഉണ്ടായിട്ടുണ്ട്. One is of course നമ്മുടെ രാസലീല നടന്നത് ഈ മാസമാണ്. So basically, ella gopikas, including Radha, everybody, they were all busy with their household activities, serving their husbands, serving their children, taking care of the older people and the babies and younger people. But Krishna had a flute, Kirkumba, they leave all that and they go to the forest in search of Krishna. And കുറെ തേടി നോക്കുമ്പോൾ ലാസ്റ്റ് കൃഷ്ണനെ കാണും. അപ്പൊ കൃഷ്ണൻ ചോദിക്കും, എന്താണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കണ ഈ രാത്രിയിൽ? നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ വിട്ടിട്ട് വൈ ഡിഡ് യു കം ഹിയർ ചോദിക്കും. അപ്പം കൃഷ്ണൻ പറയും, അല്ല, അപ്പൊ ഗോപികാസ് will say, see, we came to see you, Krishna, we couldn't stop ourselves from seeing you. അപ്പം then we wanted to hear your flute music. അങ്ങനെയാണ് കൃഷ്ണൻ, he plays the flute music for them and says, okay, now go back home, എന്ന് പറയുന്നുണ്ട്. അപ്പൊ basically രാസലീല
പലർക്കും അത് തെറ്റിദ്ധാരണയാണ്. They take it in a different angle actually, but Rasalila is actually showing how a devotee should be. Oru pure devotee engana aayirikkanam, that is nammal for us attachment to our other things should be removed, and attachment to Krishna should be encouraged. Adana kanikkunna ivide. So that is why Bhagavathilum nammal എല്ലാ കാൻറ്റോസും കഴിഞ്ഞിട്ടാണ് 10th കാൻറ്റോയിലോട്ട് വരുന്നത്, where Rasalila is described. So because അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് already it should be under that this thing. അല്ലെങ്കിൽ they could have kept Rasalila right in the beginning. They didn't do that. You have to understand Rasalila with bhakti only. There is nothing else to it. There is pure devotion. So Rasalila നടന്ന ഒരു മാസമാണ്. പിന്നെ ഓൾസോ നമ്മുടെ രാധാകുണ്ടും ശ്യാമകുണ്ടും, ബേസിക്കലി രാധാകുണ്ടും ശ്യാമകുണ്ടും ഉണ്ടായത് ചൈത്രമാസത്തിലാണ്. പക്ഷെ അത് പിന്നെ കുറെ കാലങ്ങളായിട്ട് അത് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ചൈതന്യ മഹാപ്രഭു 1514 he rediscovered, അവിടെ ചെന്നു, വൃന്ദാവനത്തിൽ ചെന്നിട്ട് he rediscovered the Radhakund and Shyamakund. So that also happened this month. പിന്നെ of course നമ്മുടെ തുളസി ദേവി ജനിച്ചത് ഈ മാസമാണ്, where ധന്വന്തരി came out of the milk. ഈ നമ്മുടെ എന്താണ് മിൽക്ക് ഓഷൻ ചേർണിങ് സമയത്ത് ലാസ്റ്റ് ആണ് ധന്വന്തരി വരുന്നത് അമൃതായിട്ട്. അപ്പൊ ആ പോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുമ്പോ അസുരന്മാരും ദേവന്മാരും അവരുടെ ഹാർഡ് വർക്ക് ആണ് ഈ ഒരു മിൽക്ക് ചേർണിങ്. അങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത്. So when it comes, Dhanvantari actually cries, joy, tears of joy ആണ്. അതിങ്ങനെ ആ പോട്ടിൽ വീഴുമ്പോഴാണ് തുളസി ദേവി വരുന്നത്. പിന്നെ ഈവൻ ലക്ഷ്മി ദേവി, it is said that she is also coming at this time. So അതുകൊണ്ടാണ് ലക്ഷ്മി പൂജ ഈ മാസം ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ദാമോദർ അഷ്ടകത്തിന്റെ കൂടെ തന്നെ തുളസി, ഇപ്പം മാതാജി പറഞ്ഞ പോലെ സ്മിത മാതാജി ജസ്റ്റ് സെഡ് ദാറ്റ് തുളസി ദേവിനെ നമ്മൾ പൂജിക്കണം, ഈ മാസം നല്ലോണം പൂജിക്കണം. അത് ഇത് കാരണമാണ്, ബിക്കോസ് തുളസി ദേവി ഈസ് ഓൾസോ ബോൺ ഇൻ ദിസ് മന്ത്. പിന്നെ ഓഫ് കോഴ്സ് രാസലീല ഈ മാസം ആടിയ കാരണം നമ്മൾ എല്ലാവരും ഗോപിക ഗീതം കൂടി പാടുന്നത് നല്ലതാണ്. അങ്ങനെ കുറെ. പിന്നെ ഓഫ് കോഴ്സ് പ്രഭുപാദാസ് ഡിസപ്പിയറൻസ് ഡേ ഓൾസോ വാസ് ഇൻ ദിസ് മന്ത്. അങ്ങനെ പല കാര്യങ്ങളും നടന്നിരിക്കുന്നത് ഈ ഒരു മാസത്തിലാണ്. സോ യാ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, ഹരേ കൃഷ്ണ. മധുസൂദന പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, വളരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു. പ്രഭു വീഡിയോയിൽ വരും, പ്രഭു വീഡിയോയിൽ വരും, ദർശനം തരൂ. ഹരേ കൃഷ്ണ. വീഡിയോ ആയില്ല. ഓക്കെ, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല പ്രഭു, എന്നാലും പറയൂ. നമുക്ക് ഭക്തിയിൽ ഏറ്റവും ഉയരാനായിട്ടുള്ള ഒരു മാസമാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും ഒരേപോലെ തന്നെയാണ്. പക്ഷെ പുതിയ ഡിവോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ്, ഭഗവാന്റെ ഒരു ഓഫറാണ്. എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് വരാനായിട്ട് ഭഗവാൻ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സമയം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരു 100 സ്റ്റെപ്പ് നമ്മളെ മുന്നോട്ട് വയ്പ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ മാസത്തിലെ കഴിയുന്നത് നമ്മൾ കൂടുതൽ ചാൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഭഗവത്ഗീത ഭാഗവതം ഒക്കെ ശ്രവിക്കുക, വായിക്കുക. അല്ലാതെ എന്ത് പറയാനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിശേഷ പ്രഭു എത്തിയിട്ടില്ല അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അതെ, ലേറ്റാവും വരാൻ. വിശേഷ പ്രഭു വിളിക്കുന്നു തോന്നുന്നു, ഫോൺ ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എന്തോ ഹരേ കൃഷ്ണ, ഫോൺ ചെയ്യുന്നെന്ന് തോന്നുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജസ്. Hare Krishna Prabhu. ഒന്നുമില്ല. I am so blessed to have the association of all the devotees, especially Smita Mataji പറഞ്ഞതും ശില്പ മാതാജി പറഞ്ഞതും എല്ലാം എനിക്കൊരു നോളേജ് ആണ്. Thank a lot.
എന്തോ എനിക്കിന്ന് നേരത്തെ വരാനും പറ്റി, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഒരു ആഗ്രഹം രാവിലെ തൊട്ടുണ്ടായിരുന്നു, അത് ഭഗവാൻ സാധിച്ചു വന്നു. സോ ഐ എം റിയലി ഫീലിംഗ് ബ്ലെസ്ഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. പ്രഹ്ലാദൻ ചേട്ടാ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. കാർത്തിക മാസത്തില് നെയ്വിളക്ക് കത്തിക്കുക, തുളസി മാലയിടുക, ചാൻഡ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ദാനം ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന പോലെ ദാനം ചെയ്യുക. നമ്മള് നമ്മുടെ തലമുറകൾക്ക് കൂടി ചെയ്യുന്ന നമ്മുടെ മുൻ തലമുറകൾക്കും പിൻതലമുറയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഇതിനപ്പുറത്തൊട്ട് വേറൊന്നുമില്ല. തലമുറകൾക്ക് വേണ്ടിയിട്ട് ധനം വാരിക്കൂട്ടി വെക്കും. അറിയാമല്ലോ ആരൊക്കെ തലമുറകൾക്ക് വേണ്ടിയിട്ട് വാരിക്കൂട്ടി വച്ചിട്ടുണ്ടോ അവർക്കെല്ലാം പതനമാണ്, ദയനീയമായ പരാജയമാണ്, പതനമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചരിത്രമായിട്ട് കേരളത്തിൽ വരുന്നു എത്രയോ പേര്. ചരിത്രമാണ്, ചരിത്ര സത്യമാണ്. പക്ഷേ നമുക്ക് വാരിക്കൂട്ടി കൊടുക്കാം ഒന്ന് മാത്രം, ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള ഭക്തി. അത് ഈ കാർത്തിക മാസം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ 7 തലമുറകൾക്കല്ല, 10,000 തലമുറകൾക്ക് മുമ്പുള്ള എല്ലാ ആത്മാക്കൾക്കും ശാന്തി കിട്ടട്ടെ. വരുന്ന 7 തലമുറയല്ല, അതിലധികം തലമുറകൾ, ഒരു 100 തലമുറകൾക്ക് ഭഗവാന്റെ സ്നേഹവും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ ഈ കാർത്തിക മാസത്തില് ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. ഒരു ആരതി കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അത് സത്യസന്ധമാണ്. ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യ കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. അർജുന, നീ ഉറക്കെ പ്രഖ്യാപിക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. ഇത് വളരെ കൃത്യമാണ്. സുരേഷ് പ്രഭു, ഹരികൃഷ്ണ, എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? പറയൂ. ഹരികൃഷ്ണ പ്രഭു. സുരേഷ് മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് 1000 ഫോൾഡ് ആണ് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസ്. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിലെ നമുക്ക് 1000 ഫോൾഡ് ആണ്. സഹസ്രം ബ്രൂവേ എന്നാണ് ഈ കാർത്തിക മാസത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഒരു നെയ്വിളക്ക് കാണിച്ചാൽ അതിന് 1000 നെയ്വിളക്ക് കാണിച്ചതിന്റെ എഫക്റ്റ് കിട്ടും. പുണ്യങ്ങൾ നമുക്ക് അക്യുമുലേഷൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ കാർത്തിക മാസത്തിൽ സാധിക്കും. അതാണ് കാർത്തിക മാസത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നാമസങ്കീർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാർത്തിക മാസത്തിൽ എത്രയും കൂടുതൽ ചെയ്യുന്നു. അതിൽ നാമസങ്കീർത്തനം എന്ന് പറയുന്ന ഭാഗവതം, രാമായണം ഇത്യാദികൾ, പിന്നെ പുരാണങ്ങൾ വായിക്കുന്നത്, അതേപോലെ നമ്മുടെ ഗൃഹാന്തരീക്ഷം എന്താ പറയുക ശുദ്ധിയായിട്ട് കീപ്പ് ചെയ്യുക. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൽ നമുക്ക് എന്താ പറയുക ശുദ്ധമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നെങ്കിലും അതിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടെ കിട്ടുന്ന ഒരു മാസമാണിത് ഈ കാർത്തിക മാസത്തിൽ. അപ്പൊ നമുക്ക് കഴിയുന്നത്ര 1 രൂപ ദാനം ചെയ്താൽ അതൊരു 1000 രൂപ ദാനം ചെയ്യുന്നതിന് പറയുക കാർത്തിക മാസത്തിൽ. അപ്പൊ കാർത്തിക മാസത്തിന് നമുക്ക് ദാനം ചെയ്യുക. ദാനം ഭോഗം നാശം തിസ്ര ഗതിയോ ഭവന്തി വിത്തസ്യ. ധനം കൊടുക്കാൻ പറ്റുന്നവർക്ക് ധനം കൊടുക്കുക, ഉപദേശം കൊടുക്കാൻ പറ്റുന്നവർക്ക് ഉപദേശം കൊടുക്കുക, അന്നം കൊടുക്കാൻ പറ്റുന്നവർക്ക് അന്നം കൊടുക്കുക. അപ്പൊ ഓരോ അന്നം നമ്മൾ കൊടുക്കുമ്പോഴും അതിന് 1000 ഫോൾഡ്, 1000 മടങ്ങ്. ശാസ്ത്രത്തിൽ പല രീതിയിൽ പറയുന്നുണ്ട്. സമം അബ്രാഹ്മണേദാനം സഹസ്രം ബ്രാഹ്മണേ ബ്രുവേ ഐതം ശ്രോത്യേദാനം അനന്തം വേദപാരകെ. വേദപാരന്മാരെ നമുക്ക് കാണാനില്ല. ജീവിതത്തിൽ ഇന്നേവരെ വൃന്ദാവനത്തിൽ മാത്രമേ ഒരു വേദപാരനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കണക്കുള്ള സാധാ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഈ ജന്മം കൊണ്ടൊരു 1000 ഫോൾഡ് ഇൻടു 30 അല്ലെ 31 ദിവസം ഈ കാർത്തിക മാസത്തിൽ ഇപ്പൊ നമുക്ക് എത്രയോ ഫോൾഡ് പൂർവ്വജന്മത്തിലും ആഗാമികത്തിലും അത് ഇനി വരാൻ പോകുന്ന ജന്മത്തിലും ഒക്കെ നമുക്ക് ഈ പ്രാരാബ്ധ ദുഃഖം വഹിക്കുന്ന ഇവിടെയും നമുക്ക് സുഹൃതങ്ങൾക്ക് വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് പരമാവധി ആരതികൾ ചെയ്യുക,
ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളെയും കഴുകിക്കളയാൻ പറ്റുന്ന ഒരു മാസമാണ്. കഴിവെങ്കിൽ ഒരു വൃന്ദാവനത്തിൽ ഒരു യാത്ര ചെയ്യാൻ, ഇപ്പൊ കോവിഡ് പറ്റുന്നില്ല, എന്നാലും നമുക്ക് മനസ്സുകൊണ്ട് വൃന്ദാവനത്തിൽ നമുക്ക് എത്താമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പരമാവധി ദാനം ചെയ്യുക, ഒരുപാട് ഉപദേശക്രമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അറിയാൻ വയ്യാത്തവർക്ക് അല്ലെങ്കിൽ അതായത് നമ്മളെല്ലാവരും ഫാളൻ സോളാണ്, എന്നാലും നമുക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ദിവ്യ നല്ല മുഹൂർത്തങ്ങളാണ് ഇതിൽ. അത് രാവിലെ കഴിയുന്നത്ര രാവിലെയും വൈകുന്നേരവും ഈ നാമസങ്കീർത്തനങ്ങൾ, ഭഗവാന്റെ നാമോദരാഷ്ടം അതിന് 1000 × 30 ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അത് പോസ്റ്റ്പോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. രാവിലെ എണീക്കുക ചെയ്യുക, വൈകുന്നേരം എണീക്കുക ചെയ്യുക, അതിനകത്ത് ഒഴിവാക്കാതിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള രാധാറാണിയുടെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാവർക്കും വാരിക്കോരി തരട്ടെ ഈ കാർത്തിക മാസത്തിൽ. ഹരേ കൃഷ്ണ. രാധേ രാധേ. താങ്ക് യു. വിശ്വത് പ്രഭു എത്തി. ഹരേ കൃഷ്ണ വിശ്വത് പ്രഭു. ഹരേ കൃഷ്ണ. റെഡിയായോ പ്രഭു? ആരതിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടോ? പ്രണാമം. റെഡി ആയിട്ടുണ്ടോ? ഒന്ന് കഴിഞ്ഞു, ആരതി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരതി ചെയ്യാം അവിടെ. നമ്മള് പിന്നെ ഇതേപോലെ അവിടുന്ന് നമ്മൾ സൂം ചെയ്യും. അപ്പൊ അവിടെ പ്രഭു നമ്മളിവിടുന്ന് നമാമീശ്വരം പാടും. അതല്ല അവിടുന്ന് മാതാജിക്ക് പാടാൻ പറ്റുമെങ്കിൽ മാതാജി പാടുക. ഓക്കെ, ഞങ്ങളുടെ കൂടെ പാടും, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്താൽ മതിയല്ലോ പ്രഭു? ഹരേ കൃഷ്ണ. അവിടെ ചെയ്യുക, ഞങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആരതി ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം അങ്ങയുടെ ഗൃഹത്തിൽ ഞങ്ങളെല്ലാം സന്നിഹിതരാണ്. ഭഗവാന്റെ ഗൃഹ പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാന് മറ്റ് വലിപ്പ ചെറുപ്പങ്ങളോ കുലമഹിമകളോ ഒന്നും നോക്കത്തില്ല, സമ്പത്തോ സമ്പത്തില്ലായ്മയോ ഒന്നും നോക്കില്ല. ഭഗവാൻ ഒരു കാര്യം മാത്രമേ നോക്കിയുള്ളൂ, അചഞ്ചലമായ പ്രേമഭക്തി. ഭഗവാനോടുള്ള അചഞ്ചലമായ നിഷ്കളങ്കമായ യാതൊരു ഉപാധിയും കൂടാതെയുള്ള സ്നേഹം. ഇത് പറയുന്നു. വ്യാധസ്യാചരണം ധ്രുവസ്യ ച വന്ദോ ഭാതസ്യാചരണം ധ്രുവസ്യ ച വയോ വിദ്യാ ഗജേന്ദ്രസ്യ കുബ്ജയാ കിംനു കിം നാമരൂപമധികം കിം തത്സുധാധാനം വംശകോ വിദൂരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം വ്യാധസ്യാചരണം ധ്രുവസ്യ ച വയോ വിദ്യാ ഗജേന്ദ്രസ്യ കുബ്ജയാ കിമു നാമരൂപമധികം കിം തത് സുധാബ്നാധനം വംശകോ വിദൂരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണൈ ഭക്തിപ്രിയോ മാധവഃ ഭക്ത്യാ തുഷ്യതി കേവലം ന ച ഗുണൈ ഭക്തിപ്രിയോ മാധവഃ. പറയുന്നത് ധർമ്മവ്യാധന് എന്ത് ആചാര അനുഷ്ഠാനങ്ങളാണ് ഉണ്ടായിരുന്നത്? മാംസ വിക്രയമായിരുന്നു കുലത്തൊഴിൽ. ധ്രുവന് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നക്രഗ്രഹണത്തിൽ നിന്ന് മുക്തി നേടാൻ ഭഗവാനെ പ്രാർത്ഥിച്ച ഗജേന്ദ്രന് എന്ത് വിദ്യയാണ് ഉണ്ടായിരുന്നത്? കംസപുരിയിലെ കുബ്ജയ്ക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത്? 3 വളവുള്ള അവളുടെ പേര് തന്നെ കൂനി എന്നായിരുന്നു. ധൃതരാഷ്ട്രാനുജനായിരുന്ന വിതുരന് കുലമഹിമ വല്ലതും ഉണ്ടായിരുന്നു? വെറും ദാസീപുത്രൻ മാത്രമായിരുന്നു. കംസവധത്തിന് ശേഷം മധുരാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട ഉഗ്രസേനന് വലിയ പൗരുഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്തനായ സുദാമാവിന് കുചേരന് വല്ല ധനവും ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഇവിടൊന്നും കുലമഹിമകളോ മറ്റും സംഹിതകളോ അല്ലെങ്കിൽ മറ്റ് അളവുകോലുകളോ ഒന്നുമല്ല. നിരന്തരമായ ഭക്തി, ആ ഭക്തി കൊണ്ട് നിരന്തരമായ പ്രേമം, ആ പ്രേമഭക്തി കൊണ്ട് തന്നെ ഭഗവാനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും, ഭഗവാനെ നമുക്ക് കിട്ടും, ഭഗവാനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ആ സ്നേഹത്തിൽ ഭഗവാൻ അലിഞ്ഞില്ലാതാവും. ആ ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ആ ഒരു
കാര്യമാണ്, അർത്ഥമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാർത്തിക മാസത്തിൽ. ഹരേ കൃഷ്ണ. ബഷീർ പ്രഭു റെഡി അല്ലേ? ഹരീഷ് റെഡിയാണ് പ്രഭു. ഏതാ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ആരതി ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതാ? ഇതാണോ? ഓക്കെ ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ നമാമീശ്വരം ചൊല്ലും. മധുസൂദന പ്രഭു, ശ്രീലക്ഷ്മി ഉണ്ടോ അവിടെ? ഉണ്ടോ? എന്നാ ശ്രീലക്ഷ്മി എടുത്ത് പറയൂ നമാമീശ്വരം ചൊല്ലാൻ. ലക്ഷ്മി നമാമീശ്വരം. നമ്മൾ ഒരിക്കൽ കൂടി ആരതി ചെയ്യുകയാണ്. ഭഗവാന്റെ നമാമീശ്വരം ചെല്ലണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. കൃഷ്ണ ചൊല്ലുക. नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले व्रजमानं यशोदाभियोलुकलाथवमानं परामृष्टमत्यन्ततो धृत्य गोप्य रुदन्तं मुहुर्नेत्रयुग्मं मृजन्तं कराम्भोजयुग्मेन सातङ्कनेत्रं मुहुश्वासकम्पत्रिरेखाङ्गकण्ठ स्थितग्रैवं दामोदरं भक्तिबद्धम् इति दृक्ष्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तमख्यापयन्तम् त्वदीयेषितज्ञेषु भक्तिर्जितत्वम् पुनः प्रेमतस्तं सदा वृत्तिवन्दे वरं देवमोक्षं न मोक्षावधिं वा न चान्यं वृणेऽहं वरेषदपीह इदं ते वपुर्नाथ गोपालबालं सदा मे मनस्य विरष्टां किमन्ये इदं ते मुखाम्भोजमत्यन्तनीलैर्वृतं कुण्टलैस्निग्धरक्तैश्च गोप्य मुहुश्चुम्बितं बिम्बरक्तधरं मे मनस्य विराष्टामालं लक्षलाभे नमो देव दामोदरानन्द विष्णु प्रसीद प्रभो दुःखजलाब्धिमग्नम् कृपा दृष्टिवृष्ट्यातिदिनं बतानु गृहाणेश मामज्ञाभिर्यक्षिदृश्य कुबेरात्मजौ बद्धमूर्त्यैव यद्वत् त्वया मोचितौ भक्तिभजौ कृतौ च तथा प्रेम भक्तिं स्वकामे प्रयश्च न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते स्तुदाम्ने स्फुरदीप्तिदाम्ने त्वदीयोदरायात विश्वास्य दाम्ने नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं नमो राधिकायै त्वदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे हरे
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Hare Hare, Jaya Damodara, Jaya Damodara, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Damodara, Jaya Damodara, Jaya Damodara, Jaya Damodara, Jaya Prabhupada, Jaya Prabhupada, Jaya Prabhupada, Jaya Prabhupada, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Nitai Gaura Hari Bol, Hari Bol, Hari Bol, Hari Bol, Hari 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 Bol. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായ ദർശനം. ഞങ്ങളെല്ലാം ഭാഗ്യം ചെയ്തു അവിടുത്തെ അൾത്താര കൊണ്ട്. വളരെ മനോഹരമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ പങ്കെടുത്ത എല്ലാ വൈഷ്ണവർക്കും അതിയായ സന്തോഷം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവർക്കും ദണ്ഡവത് നമസ്കാരം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ പ്രഭു? ഒന്നുമില്ല. പറയൂ. എല്ലാവർക്കും ഈ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ദിവസവും ഇതേമാതിരി വർഷത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ നമുക്ക് ആരതി കാണിക്കാനുള്ള അനുഗ്രഹം ഭഗവാന്റെ അടുത്ത് ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇതുപോലെ വിശീത് പ്രഭു പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടെ ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. നമുക്ക് എല്ലാവരും വെർച്വലിൽ അവിടെ വരും. നമ്മൾ ഭഗവാന് ആരതി ചെയ്യും. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ, ഭഗവാന്റെ സന്തോഷമല്ല, നമ്മളിൽ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുകൂടുക, കൂടിച്ചേരുക, ദാമോദരാഷ്ടകം പാടുക, കീർത്തനം ചെല്ലുക. ഹരേ കൃഷ്ണ. സ്നേഹ, നമുക്ക് നരസിംഹ കീർത്തനം കൂടെ ചെല്ലാം. ചെല്ലിയിട്ട് നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. Namaste Narasimhaya Praladadayine Hiranyakashipo Vakshaha Shiladantanakalaye Ito Narasimho Parato Narasimho Yato yato yami tato Narasimho Hare Narasimho Hridaye Narasimho Narasimhamadem Sharanam Prapadye Tava Kara Kamalavare Naka Adbhuta Shringar Dalita Hiranyakashipu Tanu Vringa Keshavadrita Narahari Rupa Jagadisha Hare Jai Jagadisha Hare Jai Jagadisha Hare Jaya Narasimhadev Jaya Narasimhadev Jaya Narasimhadev Jaya Narasimhadev नरसिम्हदेव भगवान की जय, प्रणाम महाराज की जय, शुक्ला प्रभात की जय, हरि गौर हरे हरि हरि।
प्रह्लात्मरा जय प्रह्लात्मरा जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद गंभीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं विष्णुं भद्रं मृत्युं नमाम्यहं जय नरसिंह जय नरसिंह जय जय नरसिंह जय प्रह्लाद जय जय पद्मनाभ परमविघ्न भक्त विघ्न विनाश नरसिंह भगवान की जय हरि की जय भक्त प्रह्लाद महाराज की जय अनंत गौरी वैष्णव वृंद की जय 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 गोविंद जय 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 राधा रमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय राधा रमण हरि गोविंद जय जय श्री राधे श्री राधे 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 श्री राधे हरे कृष्ण थैंक यू हरे कृष्ण ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദാമോദരാരതി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇവിടുത്തെ ഗൃഹനാഥനും അതുപോലെ വന്നിരിക്കുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷമായി. നാളെയും കൂടുതൽ 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 ഭക്തജനങ്ങളുമായിട്ട് വരിക. ഹരേ കൃഷ്ണ. മധുസൂദന പ്രഭു എന്തെങ്കിലും വീണ്ടും മെസ്സേജ് ഫൈനലി? ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാർത്തിക മാസ ആശംസകൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടോ പബ്ലിക്കിലായിട്ടോ മെസ്സേജ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്നേഹ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. 10 5 5 ഓക്കെ 3 2 1 ഹരേ കൃഷ്ണ എല്ലാവർക്കും. 0 ഡിം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വീണ്ടും നാളെ 7:30 ആരതി ഉണ്ടാകും. ഹരേ കൃഷ്ണ. അടുത്ത് ഞങ്ങൾ ഭാഗവതം സെക്ഷനിലേക്ക് പോവുകയാണ്. 9 മണിക്ക് ഭാഗവതം. ഹരേ കൃഷ്ണ.